ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇത്രയും നാൾ നമ്മൾ വീടിനകത്ത് വെച്ച് ചെയ്ത പാചകമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ചെറിയ അളവിലൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് വേറെ പാർട്ടിക്ക് കൊടുത്തു വിടാനുള്ളതാണ്. 15 കിലോ പോത്തിറച്ചിയും കൊണ്ട് നല്ല അടിപൊളി ഒരു കറി, പത്തിരിക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ സമയം കളയാതെ നമുക്ക് എങ്ങനെ ആ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അല്ല വാ. അപ്പോൾ നമ്മളിവിടെ വെച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ബീഫെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 15 കിലോ പോത്തിറച്ചിയാണ്. കറിയുടെ ഒരു രീതിക്കൊക്കെ അരിച്ച് വെച്ചേക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി വെള്ളം പാലാനായിട്ട് നമ്മൾ കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇച്ചിരി ചാറോട് കൂടി വേണം കറി വെക്കാൻ. അപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ ഏകദേശം ഒരു 8 കിലോ സവോളയുണ്ട്, 5 കിലോ ഇറച്ചിയുണ്ട്. അപ്പോൾ 8 കിലോ സവോള എടുത്തിട്ടുണ്ട്. ഈ കല്യാണ പരിപാടിക്കെന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഫുഡ് ഉണ്ടാക്കുന്നത്, അതെന്ന് പറയുമ്പോൾ സവാളയൊക്കെ ഒരുപാട് വേണം. പ്രത്യേകിച്ച് ഈ ബിരിയാണി, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിന് ചിക്കൻ റോസ്റ്റ് അതുപോലുള്ള ഐറ്റത്തിനെല്ലാം സവാള ഒരുപാട് വേണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വട്ട ഇരുന്ന ഇത് അരിയുന്നത്. കാര്യം അത് ഇപ്പോഴാണ് മെഷീനൊക്കെ വന്നത്. ഇപ്പം മെഷീൻ വന്നൊക്കെ പിന്നെ എളുപ്പമാണ്. ഇപ്പോൾ വാരി ഇട്ട് കൊടുത്താൽ കറക്റ്റ് ഈ രീതിക്ക് അരിഞ്ഞു വരും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൈക്ക് തന്നെ ഇങ്ങനെ അരിക്കണം. അപ്പോൾ സമയമില്ല. അപ്പോൾ വളവളാന്ന് അരിയണ്ടേ. 2-3 എടുത്ത് ഇങ്ങനെ വെച്ച് കൈ വെച്ച് ഇങ്ങനെ അരിയും. ഈ സവോളയൊക്കെ അരിയാന്ന് പറഞ്ഞാൽ നല്ല പ്രാക്ടീസ് വേണം ഇവിടെ. അല്ല ചിലപ്പോൾ കൈയുടെ വിരലിൻ്റെ തുമ്പൊക്കെ അങ്ങ് പോകും. ഇതേപോലൊന്നും അറിയാൻ ആരും ശ്രമിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പേർട്ട് ഇല്ലാത്തവർ ഇങ്ങനെ അരിച്ചാൽ കൈ മുറി. ഈ സവോള അരിച്ചിലാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. സവാള അപ്പം നമ്മുടെ സവോളയൊക്കെ അരിഞ്ഞു. 15 കിലോ സവോള അവിടെ വേണം, അത് അരിഞ്ഞ് കയറും. സവോള മാത്രമേ എടുത്തുള്ളൂ, ബാക്കി സാധനങ്ങളെല്ലാം എടുക്കാൻ കിടക്കുകയാണ്. പച്ചമുളക് തൊട്ട് അങ്ങോട്ട് എടുക്കാം. നല്ലപോലെ കഴുകിയെടുക്കണം. കാരണം ഇത് ചാക്കിൻ്റെ അകത്തൊക്കെ കയറ്റി അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന സാധനമാണ്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് പാചകം ചെയ്യാനായിട്ട്. കുറച്ച് മല്ലിയിലയാണ്. നല്ലപോലെ കഴുകണം. കാര്യം എന്താണെന്ന് അറിയാം, ഇതിനകത്തൊക്കെ മണ്ണ് കാണും. വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇത് അരിച്ചെടുക്കാൻ. അപ്പോൾ അരിയാനുള്ളതും ചതയ്ക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി കറി വെച്ചാൽ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഞാൻ ഇതിനകത്താണ് ആ കറി വെക്കുന്നത്. അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പകുതി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് സവാള ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് ഇളക്കി. നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1 കിലോ കൊച്ചുള്ളിയും കൂടെ ഇട്ടു. കുറച്ച് പച്ചമുളകും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചതച്ച് വേണമെങ്കിൽ ഇടാം. ഞാൻ പിന്നെ ഇറച്ചി വേവുമ്പോൾ പച്ചമുളകൊക്കെ അങ്ങ് വെന്തോളൂ. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവിടെ കൂട്ടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കും. പാടിക്കൊന്നും പിടിക്കാതെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ഇപ്പോൾ സബോളയൊക്കെ ഒന്ന് വഴറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 കിലോ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാര്യം നമ്മുടെ തന്നെ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇനി എരിവുള്ള മുളക് പൊടി ഇത്രയൊന്നും വേണ്ട, കുറച്ച് എടുക്കുന്നുള്ളൂ. ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാമെന്ന്.
ഇത് മല്ലിപ്പൊടിയാണ്, ഒരു 3/4 കിലോ മല്ലിപ്പൊടി, 750 ഗ്രാം. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളെ ഒക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി, നമുക്കറിയാമല്ലോ ഈ പൊടികളുടെ പച്ചച്ചവ ഉണ്ടല്ലോ അതൊന്ന് മാറണം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് ഇതിൻ്റെ പച്ചച്ചവ ഇത് മാറിയ ശേഷം വേണം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മസാലപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്, അത് പിന്നീട് ചേർക്കാം. ഇനി നമുക്ക് ഈ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഗരം മസാലപ്പൊടിയാണ്, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ആവശ്യത്തിനോട് ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് ഏലക്ക, ഗ്രാമ്പൂ, കറുവൊക്കെ കുറച്ച് വീതം ആ മസാല കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ്. സാധാരണ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കുകയല്ലേ, പക്ഷേ അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ കറി ഇറച്ചിയൊക്കെ വേകുമ്പോഴത്തേക്ക് ഈ മസാല ടേസ്റ്റ് ഇറച്ചിയൊക്കെ ഇട്ടിക്കൊള്ളും. ഇനിയും ചെയ്യേണ്ടത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇറച്ചിക്കകത്ത് അല്പം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരല്പം ചാറായിട്ട് വേണം കേട്ടോ, അപ്പോൾ അതനുസരിച്ച് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഇറച്ചിയൊക്കെ വേവുകയും ചെയ്യണം കേട്ടോ. ഞാനൊരു 3 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മതി. ഇനി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കണം. ഇച്ചിരി കറിവേപ്പില മേളോട്ടിട്ട് കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് തീ ഒരല്പം കൂടെ കൂട്ടി വെക്കണം. ഇനി നല്ലപോലെ തിളയ്ക്കട്ടെ, അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ കുറച്ച് സമയമായി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അടപ്പ് അങ്ങോട്ട് തുറന്നപ്പോഴേ ഇവിടെ നല്ല മണമായിപ്പോയി. കാര്യം ആ ബീഫ് തിളയ്ക്കുന്നതിൻ്റെ ഒരു മണമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നാലും ഈ ബീഫിനായാലും കറിക്കായാലും ഫ്രൈക്കായാലും ഒരുപാട് പ്രധാനപ്പെട്ട ഐറ്റമാണ് കുരുമുളകിൻ്റെ പൊടി അല്ലേ. അത് നമുക്കൊരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഈ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ. കാര്യം എന്നാണെന്നറിയോ, ഇത് പാഴ്സലായിട്ട് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കഴിക്കേണ്ടതാണ്. അപ്പോൾ എരിവും മസാലയൊക്കെ നമ്മുടെ പാകത്തിൽ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു തിളയായതേ ഉള്ളൂ. ഇത് വേകണമെങ്കിൽ കുറച്ച് സമയം കൂടെ പിടിക്കും. ഇനി ഇത് ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും വേകാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനം കൂടെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. എന്താണെന്നല്ലേ ഇത് കാണിക്കാം. ഇതെന്താണെന്നറിയാം, ഇത് കുറച്ച് അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയാണ്. ഇത് ഇതുപോലത്തെ ബീഫ് കറിക്കോ അല്ല ചിക്കൻ കറിക്കോ ഒക്കെ അരച്ച് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊരു 3-4 പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകി ഇതേപോലെ കൈ കൊണ്ട് നല്ലപോലെ ഞെരടി വൃത്തിയായിട്ടൊരു 3-4 പ്രാവശ്യമെങ്കിലും അത് കഴുകിയെടുക്കണം. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് അരച്ചോണ്ട് വരാം. അപ്പോൾ നമ്മളെ അണ്ടിപ്പരിപ്പ് 1 കിലോ ഉണ്ടായിരുന്നു, ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് കഴുകി വാരി വെച്ച് ഒരല്പസമയം കുതിരണം കേട്ടോ. കുതിർന്നിട്ട് വേണം ഇതുപോലെ അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് കറിക്കുള്ള അരപ്പാണിത്. ബീഫ് എവിടം വരെ നോക്കണ്ടേ, ബന്ധോ ഇത് നോക്കണ്ടേ. അമ്പളാ അടിപൊളിയാണ് കേട്ടോ. ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ വലിയ തീയൊന്നും വെച്ചില്ല, ചെറിയ തീയിലാണ് വെച്ചത് കേട്ടോ. തീ കൂട്ടി വെച്ചില്ല, ചെറിയ തീ തന്നെ ഇരുന്ന് വേണ്ട. ബീഫൊക്കെ ഒന്ന് വെന്തോ നോക്കണ്ടേ. നോക്കട്ടെ.
ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. ഈ പരുവാനിൻ്റെ അടിയാണ്, എന്നാൽ ഇച്ചിരി വേഗട്ടെന്ന് വിചാരിച്ചാണ്. ഇനി നമുക്ക് ഈ അരപ്പൊടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കും. ഇപ്പോൾ അരപ്പൊക്കെ ചേർത്ത ശേഷം ഇതിനകത്തോട്ട് ഒരു പിടി മല്ലിയിലയും കൂടെ കൂട്ടിട്ടു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പെല്ലാം അങ്ങോട്ട് ഉടഞ്ഞ് ഈ കറിക്കകത്തോട്ട് ചേർത്ത് അരപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അരപ്പ് പച്ചയല്ലേ, അരപ്പ് വേകുകയും ചെയ്യണം. ബാക്കി ബീഫ് വേകാനുണ്ടെങ്കിൽ അതും വേകണം. ഒരല്പസമയം ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഒരത്യാവശ്യം ചാറോട് കൂടി നല്ല അടിപൊളി ഒരു കറിയാണ്. കാര്യം ഞാൻ ഇത് ഇങ്ങനത്തെ രീതിയിലുള്ള കറി വെക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് റമദാൻ മാസം ആകുമ്പം ടൗണിലൊരു പള്ളിയിൽ വർഷങ്ങളായിട്ട് ഞാൻ പാചകം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ കറി ഇതേ രീതിയിൽ ബീഫ് കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം ഞാൻ ആ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് പത്തിരിക്കൊക്കെ കൊടുക്കാനുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് അടുപ്പൊന്ന് താഴോട്ട് ആവശ്യമായിട്ട് ഇത് നമുക്ക് ഒരു ഐറ്റം കൂടെ ചെയ്യാനുണ്ട്. ഒരു ചെറിയ ഉരുളി വെച്ചിട്ട് ഒന്ന് താളിച്ചൊഴിക്കും. അപ്പോൾ നമ്മൾ ബീഫിനെടുത്തതിൻ്റെ ബാക്കി ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് ഉരുളി ചൂടായതിന് ശേഷം. സാധാരണ ഞാൻ ബീഫ് കറി വെക്കുമ്പോഴത്തേക്കും ഇച്ചിരി കടുക് ഇടും കേട്ടോ. അത് ഓപ്ഷനാണ്. ഒരു പക്ഷേ വീട്ടിൽ ഇച്ചിരി കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഞാൻ ഇച്ചിരി ഇടും. ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. ഈ കുറച്ചൊക്കെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാക്കൊത്ത് ഇളക്കി എനിക്ക് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ബീഫ് കറിക്കായാലും ബീഫ് ഫ്രൈക്കായാലും ഇത്തിരി തേങ്ങാക്കൊത്തൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ ഇത് വേറെ അല്ലേ. തേങ്ങയൊക്കെ അതിൻ്റെ ഇതേപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇച്ചിരി വറ്റൽ മുളക് അത് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് അത് നമുക്ക് കൊടുക്കാം. കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പിലയും കൂടെ. അപ്പം താളികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ താളിച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് വെച്ചു. അപ്പം താളിച്ച് ഒഴിച്ചതിന് ശേഷം ഞാനൊന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം ബീഫ് കറി നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞില്ലേ പത്തിരിക്ക് വേണ്ടിയുള്ള കറിയാണ്. ഇനി പത്തിരി കൊണ്ടുവന്നിട്ട് വേണം ഈ കറി ഒന്ന് പാഴ്സലാക്കാൻ. അപ്പോൾ നമുക്ക് പത്തിരിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയായി. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് കറി അങ്ങോട്ട് എടുക്കാം. ആ 10 പത്തിരിക്കുള്ളത് വെച്ച് കറി ഇങ്ങോട്ട് പാഴ്സൽ ചെയ്യും. നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട പിള്ളേരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ കൂടിയാണ് ഇത് പാഴ്സൽ ചെയ്ത്. 10 പത്തിരി കുറച്ച് കറിയും കൂടെ വെച്ച് അങ്ങോട്ട് പൊതിഞ്ഞങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് പത്തിരി പാക്ക് ചെയ്യുന്നത് കേട്ടോ. റബ്ബർ ബാൻ അപ്പോൾ ഇതേപോലെ ഒരു 150 എത്ര 150 അല്ലേ, ഒരു 150 പൊതി റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ഒരു 10-150 പൊതിയെങ്കിലും പൊതിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം
കുറേ സമയത്ത് കഷ്ടപ്പാടാണ്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഓട്ടോയെ കയറ്റി നേരെ കൊണ്ടുപോവാം. പിടിച്ചോളൂ. അത്തി ചെറുത് പിടിച്ചാൽ കുഴപ്പമില്ല. ഒരു പക്ഷേ ബീഫ് കറി വീട്ടിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഞാൻ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കണ്ടല്ലോ, അതേപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അടിപൊളിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ വലിയൊരു സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. പിന്നെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.